നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ പാറ്റകൾ നീങ്ങുന്നതിന് പിന്നാലെ ഡൽഹി കലാപക്കേസിലെ പ്രതികളായ ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ജാമ്യത്തിലിറങ്ങാൻ ഒരുങ്ങുന്നു. ജാമ്യം തേടി ഉമർ ഖാലിദ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഡൽഹി പോലീസിന് കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. നീറ്റ് വിഷയത്തിന്റെ പേരിൽ ആരംഭിച്ച പ്രതിഷേധത്തിന്റെ മറവിൽ രാജ്യത്ത് കലാപമുണ്ടാക്കാനാണ് CJP ശ്രമിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. വിദേശത്തു നിന്നടക്കം ഇവർക്ക് സഹായങ്ങളും ലഭിച്ചിരുന്നു. ഖാലിസ്ഥാൻ നേതാവ് പന്നു ഇവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചതും വാർത്തയായിരുന്നു. പ്രതിഷേധത്തിനിടെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്നും ഉമർ ഖാലിദിനെയും ഇമാമിനെയും മോചിപ്പിക്കണമെന്നും പാറ്റകൾ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ UAPA പ്രകാരമാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. പൗരത്വ നിയമത്തിനെതിരെ നടന്ന ഡൽഹിയിലെ കലാപം ആസൂത്രണം ചെയ്ത ഉമർ ഖാലിദിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു മുഹമ്മദ് അഫ്സൽ ഗുരുവിനെ തീഹാർ ജയിലിൽ തൂക്കിലേറ്റിയതിന് പിന്നാലെ JNUവിൽ നടന്ന മയ്യത്ത് നിസ്കാരം നടത്തിയതും ഇതേ ഉമർ ഖാലിദായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉമർ ഖാലിദും ഇമാമും ഈ സമയം ജാമ്യം നേടാൻ ശ്രമിക്കുന്നത് രാജ്യത്ത് വൻ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കേണ്ടത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങളിൽ വിവാദങ്ങളും ഒഴിയുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അസഭ്യവർഷം നടത്തിയതിന് 25-കാരിയായ രുചിക സിംഗിനെതിരെ പോലീസ് കേസെടുത്തു. പിന്നാലെ നോയിഡയിലെ സെക്ടർ 135 ഒരു സലൂണിന്റെ ഉടമയായ TP ത്രിപാഠി പറയുന്നതനുസരിച്ച് രുചിക മെയ് 25 നെയിൽ ആർട്ട് പഠിക്കാൻ സലൂണിൽ ചേർന്നുവെന്നും 1.5 മണിക്കൂർ പരിശീലന സെഷനുകളിൽ പങ്കെടുത്തിരുന്നുവെന്നും ജൂൺ 9 വരെ സലൂൺ സന്ദർശിച്ചിരുന്നുവെന്നും പറഞ്ഞു. പരിശീലന കാലയളവിൽ തിരിച്ചറിയൽ പരിശോധനയ്ക്കായി ആധാർ കാർഡ് സമർപ്പിക്കാൻ സലൂൺ രുചികയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെന്നും രേഖ നൽകുന്നതിനു പകരം വ്യത്യസ്ത ഒഴിവുകഴിവുകൾ ചൂണ്ടിക്കാട്ടി ഓരോ തവണയും അവർ വിസമ്മതിച്ചുവെന്നും ത്രിപാഠി ആരോപിച്ചു. പലതവണ ആവശ്യപ്പെട്ടിട്ടും ആധാർ കാർഡ് നൽകാത്തതിനെ തുടർന്ന് ജൂൺ 9 പരിശീലനത്തിൽ പങ്കെടുക്കാൻ സലൂൺ അനുമതി നിർത്തിയതായും ഉടമ പറഞ്ഞു. അതിനുശേഷം അവർ ഒരിക്കലും സലൂണിലേക്ക് മടങ്ങിയില്ലെന്നും പറയുന്നു. രുചിക തന്റെ യഥാർത്ഥ പേര് സലൂണിൽ വെളിപ്പെടുത്തിയില്ലെന്നും ത്രിപാഠി ആരോപിച്ചു. രുചിക സ്വയം മൻസിൽ എന്നാണ് പരിചയപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും പരിശീലനത്തിലുടനീളം സലൂണിലെ അവളുടെ പെരുമാറ്റം സാധാരണമായിരുന്നുവെന്നും സന്ദർശനങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പിതാവിനെയും അധിക്ഷേപിച്ച 15-കാരി മുഴുവൻ രാജ്യത്തോടും ക്ഷമാപണം നടത്തിയ വീഡിയോ ഇതോടൊപ്പം തന്നെ വൈറലും ആയിട്ടുണ്ട്. പിന്നാലെ മോദിയെ ആക്ഷേപിച്ച നോയിഡയിലെ പെൺകുട്ടിക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് സൗരവ് ദാസ്. ഇതിനു മുമ്പ് ക്രിമിനൽ ചരിത്രമുള്ള അക്രമികൾക്കെതിരെ നടപടിയെടുക്കാൻ സുപ്രീം കോടതി അനുവാദം നൽകിയപ്പോൾ സൗരവ് ദാസ് സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചിരുന്നു. ഈ പെൺകുട്ടിയെ വെറുതെ വിടുക, ഇത്തരം കേസുകളിൽ പോലീസ് സേനയുടെ ഇത്തരം ദുരുപയോഗം പൂർണ്ണമായും അംഗീകരിക്കാനാവില്ല എന്നും സൗരവ് ദാസ് പറഞ്ഞു. അതായത് CJP എന്ത് അക്രമവും നടത്തും, പോലീസ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് സൗരവ് ദാസിന്റെ നിലപാട്. അതിനിടെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അടുത്തിടെ നടന്ന പ്രതിഷേധത്തിനിടെ തന്നെ അധിക്ഷേപിച്ച വിദ്യാർത്ഥികളോട് ക്ഷമിച്ചതായും ശിക്ഷ തേടുന്നതിന് പകരം അവരെ നയിക്കാൻ സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ വീഡിയോ സന്ദേശം പങ്കിട്ടു. ജന്തർ മന്ദറിലെ സമരത്തിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാക്കി ഗുരുതരമായി പരിക്കേറ്റ പോലീസുകാർ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതം പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തി. യൂണിഫോമിന് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഉള്ളത്, ഭാര്യയും കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമുണ്ട്. ആ രാത്രി ഞങ്ങൾ അനുഭവിച്ച സങ്കടം കൂടി എല്ലാവരും മനസ്സിലാക്കണം. പരിക്കേറ്റ പോലീസുകാരുടെയും കുടുംബങ്ങളുടെയും വേദന കൂടി പാർലമെന്റിൽ ചർച്ച ചെയ്യണം. അവരും മനുഷ്യരാണ്. കോക്രോച്ച് പാർട്ടിയുടെ അക്രമ സമരത്തിൽ പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ കണ്ണീരോടെ ആവശ്യപ്പെട്ടു. രക്തത്തിൽ കുതിർന്ന യൂണിഫോമിൽ ഭർത്താവിനെ വീട്ടിലെത്തിക്കുന്നത് കണ്ട് 2 വയസ്സുള്ള മകളും താനും അനുഭവിച്ച വേദനയായിരുന്നു പരിക്കേറ്റ ACPയുടെ ഭാര്യ ഉപ്നീത് കൗറിന്റെ വാക്കുകളിൽ. പോലീസുകാർക്കേറ്റ പരുക്കുകളെ അവഗണിച്ചുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളല്ല യാഥാർത്ഥ്യം. തന്നോട് സംസാരിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ഭർത്താവ് ഗുരുതര പരിക്കേറ്റ് LNJP ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ള ഫോൺ കോൾ വന്നതിന്റെ ആഘാതത്തിൽ നിന്ന് ASIയുടെ ഭാര്യ സീമ ഇതുവരെ മോചിതയായിട്ടില്ല. രാത്രി 11 മണിയോടെ തകർന്ന ഹെൽമറ്റുമായി വീട്ടിലെത്തിയ ഭർത്താവിന്റെ രൂപം ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയമാണെന്നും ഹെൽമറ്റ് തകർന്നതിന് ശേഷം തലയിൽ വീണ്ടും കല്ലേറ് ഏറ്റിരുന്നെങ്കിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലെന്നും സീമ പറഞ്ഞു. തന്റെ അച്ഛനെ ജന്തർ മന്ദറിലെ സ്റ്റേജിന് സമീപത്ത് വെച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയി ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാക്കിയതിന്റെയും 4 മണിക്കൂറോളം RML ആശുപത്രിയിൽ ബോധരഹിതരായി കിടക്കേണ്ടി വന്നതിന്റെയും നേർസാക്ഷ്യമായിരുന്നു കുഞ്ചൽ വിവരിച്ചത്. തലമുടി മൊട്ടയടിച്ച് തുന്നലുകളിട്ട് തലയുമായി എത്തിയ അച്ഛന്റെ വേദനയെക്കുറിച്ചായിരുന്നു ലക്ഷ്യ സിംഗിന് പറയാനുണ്ടായിരുന്നത്.
രക്തം വാർന്നൊഴുകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾക്കൊപ്പം ആക്രമണത്തിന്റെ കണക്കുകളും കുടുംബാംഗങ്ങൾ പുറത്തുവിട്ടു. കോക്രോച്ച് ആക്രമണത്തിൽ 250-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. 110-ലധികം ബാരിക്കേഡുകൾ, 300 ബോഡി പ്രൊട്ടക്ടറുകൾ, 350 ഹെൽമറ്റുകൾ, 200 ലൗഡ് ഹെയിലറുകൾ, 10 ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടറുകൾ, ഒരു എക്സ്റേ ബാഗേജ് സ്കാനർ, 25-ലധികം സർക്കാർ വാഹനങ്ങൾ എന്നിവയും സ്വകാര്യ സ്വത്തുക്കളും തകർക്കപ്പെട്ടു. എല്ലാവരും പോലീസ് ആക്രമിച്ചെന്നാണ് പറയുന്നത്. അക്രമം തുടങ്ങിയത് സമരക്കാരാണ്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പാർലമെന്റിൽ ഉൾപ്പെടെ ചർച്ച വേണമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.